പാകിസ്ഥാന്റെ ചൊറിച്ചിലിന് പിന്നിലെന്ത്? നമ്മൾക്കിന്ന് അതൊന്ന് പരിശോധിക്കാം. ഒരു സൈഡിൽ നിന്ന് ബംഗ്ലാദേശിനെ മൂപ്പിച്ച് അവന്മാർ ഇപ്പോൾ ഈ ലോകകപ്പിൽ തന്നെ കളിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ബംഗ്ലാദേശിനെ തട്ടി പകരം സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തി. സിംബാബ്വേയൊക്കെ പോലെ പതിയെ ക്രിക്കറ്റിന്റെ വെള്ളി തെളിച്ചത്തിൽ നിന്ന് വിസ്മൃതിയിലാകുന്ന കാലം വിദൂരത്തല്ല ബംഗ്ലാദേശും. ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ കളിക്കാൻ ബംഗ്ലാദേശ് വിസമ്മതിച്ചതിന് പിന്നിൽ പാകിസ്ഥാനാണെന്നാണ് ശുക്ലയുടെ ആരോപണം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന് സുരക്ഷയും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ചില ഇടപെടലുകൾ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. ബംഗ്ലാദേശ് തീരുമാനത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവസാന നിമിഷം മുഴുവൻ ഷെഡ്യൂൾ മാറ്റുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയത്. ബാക്ക് ടു പാകിസ്ഥാൻ. 2020 ലോകകപ്പിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച തീരുമാനം പറയുമെന്നാണ് മോസിൻ നഖ്വി ട്വീറ്റ് ചെയ്തത്. നഖ്വിയെ അറിയാലോ അല്ലേ? ഏഷ്യ കപ്പിൽ നമ്മുടെ ടീം കളിച്ചുണ്ടാക്കിയ ട്രോഫി അടിച്ചു മാറ്റി മുങ്ങിയ അതേ നഖ്വി തന്നെ. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നഖ്വി ഇക്കാര്യം പറഞ്ഞത്. ഇനി ലോകകപ്പ് ഭാഗികമായോ പൂർണ്ണമായോ പാകിസ്ഥാൻ ബഹിഷ്കരിക്കുകയാണെങ്കിൽ 8ന്റെ അല്ല 16ന്റെ പണിയാണ് ICC വക കിട്ടാൻ പോകുന്നത്. പാകിസ്ഥാന് $34.5 ദശലക്ഷം ICC വാർഷിക വരുമാനമായി നൽകുന്നത്. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ വിദേശ താരങ്ങൾക്ക് NOC നൽകില്ല. ഇത് ലീഗിന്റെ വിപണിയെ ബാധിക്കും. ഓൾറെഡി വേറെ ലീഗിലൊക്കെ പോയി അവിടുന്ന് പുറത്താക്കി തിരിച്ച് നാട്ടിൽ വന്ന് നിൽക്കുന്ന ടീംസാണ് അവിടെയുള്ളത്. മറ്റ് രാജ്യങ്ങളുമായുള്ള പരമ്പരകളും ICC അനുവദിക്കില്ല. ലോകകപ്പിൽ നിന്ന് പുറത്താക്കിയ ബംഗ്ലാദേശിന് എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രധാനമന്ത്രി നഖ്വിയോട് പറഞ്ഞുവെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുസ്താഫിസുർ റഹ്മാന്റെ IPL വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മത്സരങ്ങൾ കളിക്കില്ലെന്ന് കർശന നിലപാടെടുത്തതോടെയാണ് ബംഗ്ലാദേശിനെ പുറത്താക്കിയത്. ബംഗ്ലാദേശിന് പിന്തുണയറിയിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാന് ഭീഷണിയുമായി എത്തിയത്. വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ICC വോട്ടിനിട്ടപ്പോൾ പാകിസ്ഥാൻ മാത്രമാണ് അവരെ അനുകൂലിച്ചെന്ന് വോട്ട് ചെയ്തത്. ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ പാകിസ്ഥാനിൽ വേണമെങ്കിൽ നടത്താമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇത്രയൊക്കെ ഡയലോഗ് അടിച്ച് പറഞ്ഞ തീയതിക്കകം തന്നെ പാകിസ്ഥാൻ ലോകകപ്പിനുള്ള 15-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. ICC വടിയെടുത്തതോടെയാണ് പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചത്. ഏഷ്യ കപ്പിൽ പ്രകോപനപരമായി ആംഗ്യം കാണിച്ചതിന് പിഴശിക്ഷ വരെ കിട്ടിയിരുന്ന ഹാരിസ് റൌഫിനെ ടീമിൽ ഉൾപ്പെടുത്തിയതുമില്ല. കുഴപ്പമില്ല, അവരുടെ കിങ്ങിണിയും ഒക്കെ ടീമിലുണ്ട്. ഒരു സംഭവം കൂടിയുണ്ട്, ഇപ്പോൾ വന്നതാ. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ടൂർണമെന്റ് ബഹിഷ്കരിക്കുകയാണെങ്കിൽ പകരം ഒരു ടീമിനെ ICC സ്റ്റാൻഡ് ബൈ ആക്കി നിർത്തിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? ബംഗ്ലാദേശിനെ തന്നെ. ബംഗ്ലാദേശിന്റെ ആവശ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ കളിക്കില്ല എന്ന്. പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം നിലവിൽ ഷെഡ്യൂൾ ചെയ്തത് ശ്രീലങ്കയിലും. അപ്പോൾ പിന്നെ ബംഗ്ലാദേശിന് സീനില്ല, ഇന്ത്യക്കും. ICCയും ഓക്കെയാണ്. മോസിൻ നഖ്വി ആൻഡ് പാകിസ്ഥാൻ റൈറ്റ് നൗ ഇപ്പോൾ എങ്ങനെ ഇരിക്കണം?